ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ രാത്രി 12 മണിക്ക് പോയിട്ട് ദേവര സിനിമ ഉണ്ട്. വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ജനിച്ചതേ ഉള്ളൂ. ഇപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ തോന്നി. നിങ്ങളെല്ലാവരും പോയി കാണണം. നിങ്ങൾ ഇതിനൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന പടമൊന്നും അറിയത്തില്ല. പക്ഷെ വളരെ ശോകം. ആകെപ്പാടെ എനിക്കത് ഇഷ്ടപ്പെട്ടത് അനിരുദ്ധിൻ്റെ സോങ്, മ്യൂസിക്സും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും മാത്രമാണ്. ജൂനിയർ NTR അണ്ണനും സെയ്ഫ് അലി ഖാനും എല്ലാവരും മത്സരിച്ച് അവരതൊന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. ജാൻവി കപൂർ വന്നതും പോയതും റൊമാൻസും കാര്യങ്ങളും ഒന്നും എന്തിനാണോ എന്തോന്നുള്ള രീതിയിലാണ് കാണിച്ചു വെച്ചിരുന്നത്. ഈവൻ ജാൻവി കപൂർ ഇല്ലെങ്കിൽ പോലും അത് നന്നായിട്ട് ഓടി. ഇനിയിപ്പോൾ സിനിമയിലേക്ക് വന്നാൽ ഒരു കടൽ സംബന്ധപ്പെട്ട ഒരു കടൽ കള്ളക്കടത്ത് ഇതെല്ലാം സിനിമയുടെ പ്രമേയം. ആദ്യം കടലിലേക്ക് കള്ളക്കടത്തുമായിട്ട് പോകുന്ന നായകൻ, അത് ഇഷ്ടപ്പെടാത്ത നല്ലവനായ നായകൻ. അപ്പം അത് കൂടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, തമ്മിലടി വെട്ടുകൂത്ത് ഇതൊക്കെ തന്നെ. അപ്പം അമ്മ പാസം, അച്ഛൻ അങ്ങനെയായിരുന്നു, അച്ഛൻ കൊമ്പനായിരുന്നു, അച്ഛൻ വലിയ സെറ്റപ്പായിരുന്നു, കടലിലെ രാജാവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മകനെ മോട്ടിവേഷൻ. അങ്ങനെ മകൻ തിരിഞ്ഞ് എല്ലാത്തിനും പ്രതികാരം. ടിപ്പിക്കൽ സ്റ്റോറി. പിന്നെ ഇതിനകത്ത് ആകപ്പെട്ടൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ജൂനിയർ NTRൻ്റെയും സെയ്ഫ് അലി ഖാൻ്റെയും മുഖത്ത് അഭിനയം എന്ന് പറയുന്ന സാധനം, അതായത് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും വരില്ല. അത് ഭയങ്കര കഴിവാണ്. രാജമൗലിയുടെ കയ്യിലിട്ട് വന്നാലും എപ്പോഴെങ്കിലും വന്നു. എനിക്ക് ദേവരേല എനിക്കറിയില്ല, പുള്ളിക്കാരൻ ശ്രമിച്ചിട്ട് നടക്കാനാണ് പുള്ളിക്കാരന് വേണ്ട, ഈ സിനിമയ്ക്ക് അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചായിരിക്കും. അതുപോലെ ജാൻവി കപൂറൊക്കെ ഈ പറഞ്ഞ പോലെ ടിപ്പിക്കൽ തമിഴ് തെലുങ്ക് സിനിമകളിലെ പോലെ നായികയാണ്. വരുന്നു, റൊമാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, പോകുന്നു, വരുന്നു, റൊമാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, പോകുന്നു. അത് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. അതില്ലെങ്കിലും ഈ പടം കടയിലൊന്നും സംഭവിക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞ എല്ലാ തെലുങ്ക് സിനിമയിലും തമിഴ് സിനിമയിലും കണ്ടല്ലോ, ഒരു നായകനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടൊരു കൂടെ ഒരാൾ. നമ്മുടെ കട്ടപ്പ, അതുപോലെ നമ്മുടെ പുലിമുരുകനിലെ മൂപ്പൻ, അതുപോലെ ഇതിനകത്ത് നല്ല ഒന്നും ഇവരെയൊക്കെ കടത്തി വിട്ടുന്ന നമ്പർ 1 സ്ഥാനത്തേക്ക് പോയാണ് പ്രകാശ് രാജിൻ്റെ റോൾ. സൂപ്പറാണ്, നല്ല തള്ളാണ്, ഒള്ളി കയറ്റുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു തനിക്ക് കടലിൻ്റെ വിജയത്തിന് 2 സിനിമയുണ്ട്, നമ്മുടെ സുറയും മാസമുണ്ട്. ഈ 2 പടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത്. കടലിൻ്റെ വശത്ത് ബാക്കി എല്ലാ പടത്തിനും ഒരു മിനിമം ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതിനകത്തും അത്രയൊക്കെ ഉള്ളൂ. ആ ഒരു കിണറ്റിപ്പോഴാണ് പറ്റും ഏറ്റവും കൂടുതൽ സാധനം കടലിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെങ്കടൽ, 3 സ്രാവ് മാത്രമുള്ള ചെങ്കടൽ, അക്വേറിയത്തിൽ പോലെ ഇതിലും മീനുണ്ട്. അക്വേറിയത്തിനൊക്കെ നമ്മൾ നോക്കിയാൽ കുറേ മീനുകളൊക്കെ കാണും. അതിനകത്ത് അതുമില്ല. അതിനകത്ത് രണ്ടെണ്ണത്തെ അച്ഛനും മീനുകളെ കൊല്ലും, ഒരെണ്ണം അതിനകത്ത് കിടപ്പുണ്ട്. അത് അതിനകത്ത് നിങ്ങൾ കാണുന്നതില്ല. അതുപോലെ മുള്ളും മുരുക്കും അസ്ഥികൂടവും മറ്റേതൊക്കെ നമുക്ക് ഗ്രാഫിക്സ് ഉള്ളതുകൊണ്ട് കൊള്ളാം. ഇൻട്രൊഡക്ഷൻ സൂപ്പറാണ്ടല്ലോ. ഇൻട്രൊഡക്ഷൻ അത് അടിപൊളി സാധനമാണ്. ഇത് കാണുമ്പോൾ തിരിയാവും. നമ്മൾ പണ്ട് നിങ്ങൾ സുറ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഉറപ്പായിട്ടും ചിരിക്കും. മാസമായിട്ട് തോന്നില്ല, ഇത് കണ്ടാൽ അതിലും വലിയ മാസമായിട്ട് തോന്നും. അത്രയൊക്കെ ഇൻട്രൊഡക്ഷൻ കൊള്ളാം. പിന്നെ അനിരുദ്ധിൻ്റെ ഒരു മ്യൂസിക്കും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളത് കൊണ്ട് കുറേയൊക്കെ നമുക്ക് ബോറടി മാറ്റാതിരിക്കും. കൂവി നാട്ടിക്കുമായിരുന്നു. പാട്ടുകളൊക്കെ അനിരുദ്ധിൻ്റെ ഇതുള്ളത് കൊണ്ട് മാത്രമാണ് അതിനകത്ത് ആരും കൂവാത്തത്. എനിക്ക് തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ പോയി കാണുക, കണ്ടിട്ട് എന്താ വെച്ചാൽ അഭിപ്രായം ഉണ്ടോ? ബൈ.